എങ്ങനെയാണ് ഈ ട്രെയിനിലൊക്കെ നടന്നിട്ട് അഖിൽ ഈ പുസ്തകം വിറ്റത്? കാരണം സംസാരിക്കാനൊക്കെ ഭയങ്കര മടിയുള്ള ആളായിരുന്നു. അത് പിന്നെ ഞാൻ ചേച്ചിക്ക് അറിയാലോ, ആ വീട് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ 1000 കോപ്പി കൊണ്ടുവന്ന് ആദ്യം എഡിഷൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ബുക്ക്, പഴയ വീട്ടിലല്ലേ? പഴയ വീട്ടില്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ കാല് തട്ടുന്ന എല്ലാം ബുക്കിന്റെ ബണ്ടിലാണ്. അപ്പൊ അച്ഛൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അച്ഛൻ അത്ര സപ്പോർട്ടും ചെയ്ത് കാണത്തില്ലല്ലോ. ആദ്യമേ അച്ഛൻ പറഞ്ഞ ഇതൊക്കെ ചെതലരിച്ച് പോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആര് വാങ്ങാനായത്? അപ്പൊ ഞാൻ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛൻ ചിന്തിക്കാൻ പോലും പറ്റില്ല ഇത്തരത്തിലൊരു മാറ്റം മുടക്കിയിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുക. അതും ആൾക്കാരുടെ പൈസയാണ്. ഇത് എന്തോ ആണെന്നൊക്കെ ചോദിച്ചു. അമ്മനെ അച്ഛൻ അത് നമുക്ക് നോക്കാം. പക്ഷെ ഞാൻ ഓരോരോ ബുക്ക് സ്റ്റാൾസിൽ കൊണ്ടു കൊടുത്തപ്പോഴും അവര് അത് വെച്ചില്ല. അവര് സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്തുകൊണ്ട് തന്നെ അവര് വെക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്തെടുത്തു, വീട്ടിലൊരു പഴയ ബാഗ് ഉണ്ടായിരുന്നു, അതിന്റെ അകത്ത് കുറച്ച് ബുക്സ് അടുക്കിയിട്ട് നേരെ നമ്മുടെ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് നിർത്തിയിട്ട ബസ്സിന്റെ അകത്തൊക്കെ കയറി, ചേട്ടാ എന്റെ പേര് അഖിൽ പി ധർമ്മജൻ, ഞാൻ എഴുതിയ ബുക്കാണ്, ഇതിന്റെ അകത്ത് കുറച്ച് പൈസ ഡിസ്കൗണ്ടിൽ തരാമെന്ന് വാങ്ങുമോ എന്നൊക്കെ ചോദിക്കും. ചിലര് പറ്റത്തില്ല എന്ന് പറയും, ചിലര് വാങ്ങി, ചിലര് ഫേസ്ബുക്കിൽ കുറിച്ചു. അങ്ങനെ 1000 കോപ്പി ഞാൻ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ട്രെയിനിൽ വിടുന്ന എറണാകുളം ടിക്കറ്റ് എടുക്കും. എന്നിട്ട് ബുക്കായിട്ട് അപ്പൊ അവർക്ക് വേറെ ബുക്കാണ്, ഞാൻ പറയില്ല ഇത് എന്റെ ബുക്കാണ്. ചിലർക്ക് സഹതാപം തോന്നിയിട്ട് വാങ്ങിയിട്ടുണ്ട്. ആ ആൾക്കാർക്കായിട്ട് ഇപ്പൊ പലരുമായിട്ട് കണക്ഷൻ ഉണ്ട് എനിക്കിപ്പോഴും. അവർക്ക് എന്റെ ആ ഒരു വളർച്ച അവർക്ക് ഇത്രയും വർഷം കൊണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അത്രയും സപ്പോർട്ട് ഉണ്ട്. അപ്പം ഈ നമ്മുടെ അവസ്ഥയാണ് നമ്മളെ അങ്ങോട്ട് കൊണ്ടെത്തിച്ചത്. ഈ 1000 കോപ്പി വിറ്റ് കഴിഞ്ഞപ്പോ എനിക്ക് കോൺഫിഡൻസ് ആയി, ആൾക്കാർ വാങ്ങുന്നുണ്ട്, വായിക്കുന്നുണ്ട്. പിന്നീട് ഈ ബുക്ക് സ്റ്റാൾസിൽ ആൾക്കാര് ചോദിച്ചു, അതായത് ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ടോ, ഓജോ ബോർഡ് ഉണ്ടോ, ഒരു കോപ്പി ഉണ്ടോ? അപ്പൊ ഈ പറഞ്ഞു വിട്ടിട്ടുള്ള ബുക്ക് സ്റ്റാൾസ് അങ്ങനെയില്ല. അത്രയും ഹിറ്റായി പോയല്ലോ. എന്തോ എനിക്കറിയില്ല, അത് ഭയങ്കരമായിട്ട് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു. അതിന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ തന്നെ കാണും. കേരളത്തില് ഓൾമോസ്റ്റ് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളും ഒക്കെയാണ് വാങ്ങുന്നത്. അങ്ങനെ എല്ലാരും വാങ്ങുന്നുണ്ട്. അപ്പൊ പിന്നെ ആരാധകരൊക്കെ ഉണ്ടോ? അവരെല്ലാം എന്റെ കൂട്ടുകാരാണ്. അതായത് ഞാനിപ്പോ ആരെങ്കിലും മെസ്സേജ് അയച്ചാലും ഞാൻ അവരോട് ചാറ്റ് ചെയ്ത് അവരുടെ വിശേഷങ്ങൾ ചോദിക്കും. ഫോൺ വിളിച്ചാലും ഞാൻ ഓക്കെ നന്ദി എന്ന് പറഞ്ഞു വെക്കാതെ ഞാൻ അവരുടെ വിശേഷങ്ങൾ, വീട് എവിടെയാണ്, എവിടെ പഠിച്ചതെന്നൊക്കെ ചോദിക്കും. അപ്പൊ അവരുമായിട്ടുള്ള ഒരു സൗഹൃദം, ബന്ധം സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഈ ബുക്ക് വായിക്കാൻ തന്നെ ഒരു മിനിമം ഒരു 4-5 മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിലിരുന്നാലും വരും. ചിലര് ദിവസങ്ങൾ എടുത്താൽ. അപ്പൊ അത്രയും ദിവസങ്ങൾ നമ്മുടെ ബുക്കിന് വേണ്ടിയിട്ട് ഇത്രയും മണിക്കൂറുകൾ അവരുടെ ജീവിതത്തിൽ നിന്ന് വിലപ്പെട്ട് മാറ്റുമ്പോൾ നമ്മളെ വിളിക്കുന്ന സമയത്ത് 1-2 മിനിറ്റ് നമ്മൾ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. അത് അവരുടെ സന്തോഷമാണ്. ഞാൻ പണ്ട് വായനക്കാരനായിരുന്ന സമയത്ത് ഞാൻ പല എഴുത്തുകാരോടും ഇമെയിൽ വഴിയും അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയും ഫോൺ വഴിയൊക്കെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴും പല രീതിയിലുള്ള വർത്താനമൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും വേദികളിലൊക്കെ നമ്മൾ പുറത്ത് നിന്നിട്ട് കൈ കൊടുക്കാനൊക്കെ ചെല്ലുമ്പോൾ ഉള്ളതും ഒക്കെ കണ്ട. അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഞാനൊരു എഴുത്തുകാരനാകുമ്പോൾ ഞാൻ എന്റെ വായനക്കാർക്ക് അതിന്റേതായ ഒരു റെസ്പെക്ട് കൊടുക്കും. അപ്പോ ഒരു വായനക്കാരനില്ലെങ്കിൽ ഒരു എഴുത്തുകാരനുണ്ടോ? മറക്കാനാവാത്ത ഒരു സൗഹൃദങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാവോ? അങ്ങനെ എടുക്കാൻ ഒരുപാടുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കയറുവാണെങ്കിൽ അഖിലിനെ വിമർശിക്കുന്നവരെ എതിരെ ഒരു വലിയ പട തന്നെയാണ്. ഇല്ല, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ്, ഒന്നും ചെയ്യണ്ട, അത് അവർ പറയുന്നവർ പറഞ്ഞോട്ടെ. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു പോലും വിചാരിച്ചിട്ടില്ല. ഇല്ല, ഒന്നാമത്തെ കാര്യം ഈ അവാർഡ് കിട്ടിയതിന്റെ 2-3 ദിവസത്തിനുള്ളില്ല എന്റെ ഫോണിൽ എടുത്തു കഴിഞ്ഞാൽ എന്റെ ഫോണിൽ നിർത്താതെ, അതായത് ഈ ആൾക്കാരെല്ലാം വിളിക്കുകയാണ്. ഇതിനിടയ്ക്ക് ആൾക്കാരെ കൂട്ടാനോ അല്ലെങ്കിൽ ഈ ബഹളം ഉണ്ടാക്കാനോ, ഞാൻ ഈ പോസ്റ്റ് തന്നെ, ഈ ഇത്രയും വലിയ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അച്ഛന് വിഷമമായപ്പോൾ മാത്രമാണ് ഞാനിരുന്ന് വായിച്ചത്, അല്ലെങ്കിൽ അതും വായിക്കത്തില്ല. അപ്പം ഈ ആൾക്കാരെ ഇളക്കി വിടാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ, അങ്ങനെ കൂലിക്ക് പോകുന്ന ആൾക്കാരാണോ ഇവിടെയുള്ള മലയാളികൾ? അങ്ങനെയൊന്നും പോകത്തില്ല. അവരൊന്നും എനിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നവരല്ല. അവര് പറഞ്ഞ കണക്ക് എന്നെ വ്യക്തിപരമായിട്ട് ഹർട്ട് ചെയ്തവരില് അവര് പോയിട്ട് ചിലപ്പോൾ കമന്റ് ബോക്സ് എന്തെങ്കിലും എഴുതും. എനിക്കറിയില്ല എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളതെന്ന്. അപ്പം ഞാൻ അവരോട് ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ മിണ്ടണ്ട, നിങ്ങളൊന്നും മിണ്ടണ്ട. എന്നെയല്ലേ പറയുന്നത്, ഞാനത് സഹിച്ചു, ഞാൻ ക്ഷമിക്കുന്നു, അത് കുഴപ്പമില്ല. പിന്നെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് വേറൊരാളെ വിമർശിക്കുന്നതും ബുക്ക് വിമർശിക്കുന്നതൊക്കെ. അതൊക്കെ അവർ ആ രീതിയിൽ പോയിക്കോട്ടെ. അവർക്ക് പുസ്തകം ഇഷ്ടപ്പെട്ടില്ല, അത് അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ സ്പേസ്, അവരുടെ അക്കൗണ്ട്, അവർ ഇഷ്ടമുള്ള പോസ്റ്റ് ചെയ്യട്ടെ. പിന്നെ വ്യക്തിഹത്യയിലേക്ക് പോകുമ്പോൾ മാത്രം നമ്മൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക, അത്രേ ഉള്ളൂ.